ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡിവൈൻ മാസ്കുലിൻ എനർജി അപ്ഡേറ്റ് ആണ് ആഫ്റ്റർ ആഫ്റ്റർ ഫുൾ മൂൺ. ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോകുന്നവർക്ക് ഫുൾ മൂണിന് ശേഷമുള്ള പോസ്റ്റ് എനർജി എന്താണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി എന്താണ്, നമുക്ക് കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് അവരുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശരീരവും അവരുടെ എനർജി എല്ലാം കളഞ്ഞ് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം അവർക്ക് ഇനിയും പോരാ, ഇനിയും ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തണം, അതിന് വേണ്ടി ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മേ ബി ഇവർക്ക് ഭയങ്കര ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടൊരു ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്, സോഡ് എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരുടെ ലൈഫിൽ ഏതോ ഒരു ഇപ്പോഴും ഒരു ഫെമിനിൻ എനർജി വളരെ ഡിസ്റ്റർബിങ് ചെയ്യുന്നുണ്ട്. ഇവരെ ആഗ്രഹത്തിന് ഇവരുടെ ലൈഫ് അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ ഇവരെ അവരുടെ കൺട്രോളിൽ നിർത്താൻ മേ ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, അവരുടെ ഫാമിലി ആയിരിക്കാം. ഏതോ ഒരു ഫെമിനിൻ എനർജി ഇവരെ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ്സ് നടക്കുന്നില്ല, ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷൻസും. അതുപോലെ ഇവർക്ക് നല്ലതല്ലാത്ത എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജീസും, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫായിട്ടുള്ള ഒരു കണക്ഷൻസ് ആയിരിക്കാം, എല്ലാം റിലീസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ടവറാണ്. പെട്ടെന്ന് അവരുടെ ലൈഫിൽ പെട്ടെന്നൊരു അടി വീഴുക എന്നൊക്കെ പറയുന്ന പോലെ സഡൻ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് ഒരു ലൈഫിൽ നടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ആൻഡ് 6 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. 6 ഓഫ് വാൻസ് അതിനർത്ഥം എന്താണ്? അവർ ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺസ്. എത്ര വീണാലും അവർ കുറച്ച് സെൽഫിഷാണ്, അവർക്ക് വിജയം വേണം. അതിപ്പോൾ മറ്റുള്ളവർ എത്ര താഴ്ത്തി കിട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവരുടെ ലൈഫിൽ വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സണെയാണ് കാണുന്നത്. ആൻഡ് ഡെത്ത് കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ്. ഇവർക്കും നല്ല രീതിയിൽ ഡാർക്ക് നൈറ്റ് സോൾ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. ആ ഒരു ചില സമയത്ത് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോൾസ് ആണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഓടി വരണം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ ചിന്തിക്കും. പിന്നെ ഇവർ തന്നെ പറയും വേണ്ട, പിന്നീടാകാം, അങ്ങനെയാണ്. കാരണം ഇവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിലൊക്കെ ഒരുപാട് എനർജി ചേഞ്ചസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് അബണ്ടൻ്റ് ആയി, നിങ്ങൾ കരിയറായിട്ട് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചിന്തിക്കുമ്പോൾ ഇവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ എത്തണമെന്നുള്ളൊരു കോമ്പറ്റീഷൻ മൈൻഡ് ഇവർക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോഴും ഒരു കരിയറിലും മെറ്റീരിയലിസ്റ്റിക്കിലും ആണ് ഒരു സ്റ്റക്കായി നിൽക്കുന്നത്. ഇപ്പോഴും സ്പിരിച്വൽ ലെവലിലേക്ക് അത്ര വന്നിട്ടില്ല. ഇവരിപ്പോഴും അവരുടെ ലൈഫിലേക്ക് ഡെത്തും ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസും പെയിൻഫുൾ എൻഡിങ്സും നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അത്ര കംപ്ലീറ്റ്ലി അവരുടെ ആ ഒരു നല്ലൊരു സുഖമുള്ള വശത്ത് നിന്ന് വരാനൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. ബിക്കോസ് ഇവർ അത്രയും അറ്റാച്ച്ഡ് പേഴ്സൺസ് ആണല്ലോ. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആവാനൊരു ഇതുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ ഡെത്ത് നടക്കുന്നുണ്ട്. പഴയ അവരുടെ സംസ്കാരം, അല്ലെങ്കിൽ പഴയ അവരുടെ ദുശീലങ്ങൾ, അഡിക്ഷൻസ്, അവർ കണ്ടു വളർന്ന കുറേ തോട്ട്സ്, ഇതൊക്കെ മാറി ഒന്നുകൂടി ക്ലാരിറ്റിയും ഒരു ട്രൂത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ടവർ മൂവ്മെൻറ്റ്സ് ആണ്. മേ ബി അവരുടെ പാർട്ട്ണറുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സെപ്പറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവോഴ്സ് കേസസൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ഈ ടവറൊക്കെ പറയുന്നത് കേട്ടോ. ടവർ മീൻസ് സഡൻ എൻഡ് ആണ്, ഒരു പുതിയ ബിഗിനിങ്സ്, അല്ലെങ്കിൽ എന്താണോ ഉറപ്പില്ലാത്ത എല്ലാ ഫൗണ്ടേഷൻസും അവരുടെ ലൈഫിൽ നിന്ന് തുടച്ചു നീക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, കുറച്ചുകൂടി കാണിച്ചു ചേർത്ത് നോക്കാം. ആൻഡ് അവരിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കരിയർ റിലേറ്റഡ് ആയിട്ടും, അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഗത്ത് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അത്രയും അവരതിൽ വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. ഫയർ എനർജീസ്, മേ ബി നിങ്ങൾ കാണുന്ന ഒരു ഫയർ എനർജി ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കും. പക്ഷെ അവരെന്തൊക്കെയോ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ പറയാം. കാരണം ബാക്കിലത്തെ കാർഡ് 1 ഒരു റീകൺസിലേഷൻ റീയൂണിയൻ്റെയാണ്. പക്ഷേ ഇത് എടുക്കണം. അപ്പോൾ അത് അവർക്ക് ആക്ഷൻ എടുക്കാൻ തോന്നണമെങ്കിൽ ഈ കാണുന്ന ഫെമിനിൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഡിവൈനായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള മാസ്കുലിൻ സൈഡ് ഹീൽ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് അവർക്കും ഡിവൈൻ മാസ്കുലിൻ എനർജിയിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇന്നർ വർക്ക് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് എനർജി വ്യത്യാസങ്ങൾ വരുള്ളൂ ഈ ട്വിൻ ഫ്ലെയിം കേസസിൽ. അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. പിന്നെ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ്, നിങ്ങൾക്കും ഒരുപാട് ഹീലിങ്സിലൂടെ നിങ്ങൾ കടന്നു പോകും. ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അറിയും, പ്രാക്ടീസ് ചെയ്യാനും അറിവ് നേടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ എനർജി അപ്ഡേറ്റ് പറയുന്നത്. നമുക്ക് കുറച്ച് ചീറ്റ്സ് എടുത്ത് നോക്കാം, അവരുടേതായിട്ടുള്ള മെസ്സേജസ് നോക്കാം. താഴെ ലവേഴ്സ് കാർഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ചീറ്റ്സ് നോക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക്. യെസ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ക്ഷമയോടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ പ്ലാനിങ് നടത്തുന്നുണ്ട്. ഓക്കെ,
ഹോപ്പ്, ഒരു പ്രതീക്ഷ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. അവർക്ക് മുന്നേ ഉണ്ടായിരുന്നില്ലാണ്ട് ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്, എവിടുന്നോ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാക്ഷ വന്നിട്ടുണ്ട് കേട്ടോ. ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. വാവ്, റിയൂണിയൻ ഈസ് നിയർ, നിങ്ങൾ റിയൂണിയൻ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് നോക്കാം. യൂണിവേഴ്സ്, നിങ്ങൾ യൂണിവേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി, ഇതിലൊരുപാട് പേര് യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യാതെ യൂണിവേഴ്സിനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ദയവ് ചെയ്ത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ പ്രോപ്പർ ഇന്നർ വർക്ക്സ് ചെയ്യുക, ഷാഡോ വർക്ക്സ് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്യുക. അതിപ്പോൾ ഇന്ന് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് നാളെ യൂണിയൻ ഒരിക്കലും വരില്ല. ഒരു മിനിമം ഒരു 1 year 2 year എങ്കിലും നിങ്ങൾ ഡെയിലി ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ വ്യത്യാസം വരും. ബിക്കോസ് സ്പിരിച്വൽ ജേർണി ഈസ് വെരി സ്ലോ ജേർണിയാണ്. പെട്ടെന്നല്ല വരും, മെല്ലെ ഓരോ കാര്യങ്ങളും ഇതിന് ക്ലിയറാക്കി റൂട്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങളെ മാറ്റുന്നത്. അപ്പോൾ അതിന് ടൈം പിടിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് വെക്കാം എന്ന് കരുതി അവരെ നോക്കിയിരിക്കണമെന്നല്ല. നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മാരേജ് പോസിബിലിറ്റി വരികയാണെങ്കിൽ റെസിസ്റ്റ് ചെയ്യേണ്ട, ചെയ്തു പോവുക. കാരണം നിങ്ങൾക്ക് അവരുമായിട്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ചിലർക്ക് ചെയ്യേണ്ടി വരും, ചിലവർക്ക് അത് വന്നാലും തട്ടിപ്പോവാറുണ്ട്. അപ്പോൾ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഗോ വിത്ത് ദ ഫ്ലോ. ഒക്കെ യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ് ഞാൻ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്, ഞാനത് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ ഇതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം, ഒക്കെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. 111 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, 4 6 കോമ്പിനേഷൻസ് കാണുന്നുണ്ടായിരിക്കും, 888 10 10 777, അതുപോലെ 6ൻ്റെ കോമ്പിനേഷൻസാണ് കൂടുതൽ കാണുന്നത്, 666 666 4646 646 ഇങ്ങനത്തെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊനേറ്ററായിട്ട് വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഡിവൈൻ മാസ്കുലൻ എനർജിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടൈംലെസ് ആണ് കേട്ടോ, റെസൊനേറ്റഡ് ആയിരിക്കും. ഓക്കെ, റെസൊനേറ്റഡ് ആയി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ 48 hours മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണോ, അതിൽ ഒരുപാട് പേർക്കും മെസ്സേജ്, എനിക്ക് പേഴ്സണൽ മെസ്സേജും വന്നു, കൂടെ അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് കോൺടാക്റ്റ് വന്നിട്ട്. അപ്പോൾ ഒരുപാട് പേര് അത് ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രസ്റ്റിലാണ് എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡിങ്സിൻ്റെ ആകാശ റെക്കോർഡിൻ്റെ ക്ലാസ് 22 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് ടാരോ കോഴ്സിൻ്റെ ഇപ്പോൾ ഓഫർ നാളെയും കൂടി ഉണ്ട് ഓഫർ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാം പെയ്ഡ് സെഷൻസ് ആയിരിക്കും കേട്ടോ, ഒന്നും ഫ്രീ ആയിരിക്കില്ല. അങ്ങനെ എനർജി എക്സിറ്റ് അവിടെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ. അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനർജി വേണ്ടി ടാപ്പ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നും നിങ്ങൾ വന്ന് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ റീഡിങ് വേണമെന്ന് വാശി പിടിക്കരുത്. ഒരു 24 hours ശേഷമായിരിക്കും റീഡിങ്സ് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ റീഡ് ചെയ്ത് തരും, ഇല്ലെങ്കിൽ മൺഡേക്ക് ആയിരിക്കും. അതുപോലെ ക്രിസ്റ്റൽസോ ചെയിൻസോ അല്ലെങ്കിൽ റിങ്സോ ആംഗ്ലറ്റ്സോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ എനർജൈസ്ഡ് ചെയ്തിട്ട് ക്ലൻസൊക്കെ ചെയ്തിട്ട് തരുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതും പെയ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് റീഡിങ്സോ എന്ത് കാര്യത്തിനാണെങ്കിലും കോൾ ചെയ്യാതിരിക്കുക. എത്ര പറഞ്ഞാലും പിന്നെയും കോൾ ചെയ്യുന്നവരുണ്ട്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നടക്കുന്നത്. എനിക്കും ഒരു പേഴ്സണൽ ലൈഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക്, എനിക്ക് ഒരു നമ്പറേ ഉള്ളൂ, അത് തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പറും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. അപ്പോൾ ബുക്ക് ചെയ്ത് ഇടുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും ഈ എനർജിയുടെ ഒരു ഇതിലായിരിക്കാം. മെർക്കുറി റിട്രോഗ്രേഡ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എനർജിയുടെ എനിക്ക് ഫീൽ ചെയ്തു. ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് എനർജി വന്ന് ഹിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാവോ മെർക്കുറി റിട്രോഗ്രേഡിൻ്റെ എഫക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനെ അല്ലാതെ ആ സിറ്റുവേഷനിലേക്ക് ഇടുന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ അപ്ഡേറ്റ്സും തരുന്നത്. April 12th വരെ ഉണ്ടായിരിക്കും, സാറ്റർഡേ ഒക്കെ വരെ ഇതിൻ്റെ എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.